പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് കുറച്ച് മത്തി അച്ചാറാക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു കിലോ പോലെ മത്തി വാങ്ങിയിട്ടുണ്ട്. 5 മാസങ്ങൾക്ക് മുന്നേ മത്തി ടോപ്പിൽ നിന്ന ഒരു മത്സ്യമുണ്ട്. അന്നേരം അതിൻ്റെ ഇതിൻ്റെ വില 300. അന്നേരം നമ്മൾ പറഞ്ഞ് ചിരിച്ചിരുന്നു, കറിയെല്ലാം കൊടുക്കുമ്പോൾ ഒന്ന് മുക്കിയെടുത്ത് ചെയ്ത് സൂക്ഷിച്ച് വെക്കാനെല്ലാം പറഞ്ഞത്. അങ്ങനെ പറഞ്ഞ് ചിരിച്ചിരുന്നു. ഇപ്പോൾ ഈ മത്തിക്ക് ഞാൻ ഇന്നലെ മാർക്കറ്റിൽ പോയാലോ ചെറിയ പൈസ, ഒരു 50 ഉറുപ്പ്യക്ക് 1 കിലോ. അങ്ങനെയാണ് 50 ഉറുപ്പ്യേ ഉള്ളൂ. അതിന് കുറവായിട്ട് അതിന് എഴുതുന്നു കിട്ടുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മൾ മാർക്കറ്റിൽ 50 ഉറുപ്പ്യയായിട്ടാണ് ഉണ്ടായത്. ഞാൻ എന്നിട്ട് വിചാരിച്ചെന്നാൽ 1 കിലോ മത്തി വാങ്ങിയിട്ട് നമുക്ക് അച്ചാറാക്കാൻ വിചാരിച്ചാണ് ഇത് വാങ്ങിയത്. മത്തി മുറിച്ചിട്ടുണ്ട്. അച്ചാറിൻ്റെ ഭാഗത്ത് ഒരു മത്തി 2 പീസായിട്ടാണ് ഇട്ടത്. കഴുകി നല്ല ഉപ്പിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഉപ്പും മഞ്ഞളും ഇട്ട് കുറച്ച് ഒരു 1/4 മണിക്കൂർ ഇതിടെ വെച്ചതിന് ഒരു ഉപ്പ് പിടിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇനി അടുത്തത് എന്നാ വേണ്ടതെന്ന് വെച്ചാൽ എള്ളെണ്ണ ഉരുളി ഒഴിക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഉപയോഗിക്കാൻ പാടില്ല കേട്ടോ. വെളിച്ചെണ്ണ വേഗം മോശമായി പോകും. അച്ചാർ കുറേ എത്തേണ്ടതല്ലേ. ഇപ്പോൾ 200 മില്ലി നല്ലെണ്ണയാണ് വാങ്ങിയിട്ടുള്ളത്. നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള കുറച്ച് അച്ചാറാക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് ഞാൻ കുറച്ച് ഒഴിച്ചിട്ടുണ്ട്. ബാക്കി വെച്ചിട്ടുണ്ട്. ചൂടായിട്ട് നല്ലോണം ചൂടായതിനു ശേഷം നട്ടിട്ട് കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കെന്നെ പരിപാടിയിലേക്ക് കടക്കാം കേട്ടോ. പാട് നല്ലെണ്ണ എടുത്തിട്ടില്ല കേട്ടോ. കുറച്ചാക്കുന്നുള്ളത് കുറച്ച് മാത്രം ഒഴിച്ചത്. കുറച്ച് ചൂടായതിന് ശേഷം മാത്രം ഇളക്കാത്തു, അല്ലെങ്കിൽ ഇത് പൊട്ടിപ്പോവും. ഇതിന് മുളക് പൊടി കുറച്ച് വിതറാട്ടോ. വിതറി കഴിഞ്ഞാൽ നമ്മളിപ്പം വീട്ടാവശ്യത്തിന് ആക്കുന്നുണ്ടാകും. കരിയെല്ലാം വിചാരിച്ചിട്ടാണ്. ബാക്കി നമുക്ക് നല്ലെണ്ണ കളയേണ്ടി വരില്ല. അതുകൊണ്ട് ഇതിൽ തന്നെ ആക്കാൻ വെച്ചാണ് കേട്ടോ. മുളക് ചേർക്കുമ്പോൾ കരിഞ്ഞു പോകും വേഗം. ചായതിന് ശേഷം നല്ല ഇളക്കി കൊടുക്കുക കേട്ടോ. അത് ആദ്യം നമ്മൾ ഇട്ടപ്പാട് ഇളക്കാൻ പാടില്ല. ഇതേ പൊടിഞ്ഞു പോകും. കുറച്ച് ചൂട് വറ്റിന് മാത്രം ഇളക്കി കൊടുക്കുക. അപ്പോൾ ഞാനിതൊന്ന് പൊരിച്ച് വെച്ചിട്ടുണ്ട്. നല്ല അങ്ങനെ പിന്നെ കുറേ കാലം നമുക്ക് എത്തേണ്ടതല്ലേ. എന്തെങ്കിലും മോശമാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഉരുളിയിലേക്ക് നല്ലെണ്ണ ഒഴിക്കുക. ചൂടാവട്ടെ. അതിലേക്ക് ഞാൻ ഇഞ്ചി ഇടുന്നുണ്ട്. ഇഞ്ചി കുറച്ച് ചൂടായിട്ട് വെളുത്തുള്ളി കുറച്ചായതിനു ശേഷം പച്ചമുളക് വെച്ചത്
കൊടുക്കാം. വീട്ടിൽ വാങ്ങുന്ന കറിവേപ്പിലൊക്കെ നമ്മൾ വീട്ടിൽ കറിവേപ്പില ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. ഇത് വാടുമ്പോൾ തന്നെ നല്ലൊരു മണം വരുന്നുണ്ട്. ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി, പിരിയമുളകാണ്, നമുക്ക് ഓരോരാളെ ഇഷ്ടത്തിനനുസരിച്ച് കിട്ടുക. നല്ല എരിവ് വേണ്ടെങ്കിൽ കുറച്ചധികം ഇടുക, അല്ലെങ്കിൽ എരിവ് കുറച്ച് വേണ്ടെങ്കിൽ കുറച്ചിട്ടാൽ മതി കേട്ടോ. നമുക്ക് കുറച്ചധികം എരിവാണ്, അതുകൊണ്ട് ഞാൻ കുറച്ചധികം ഇടുന്നു. പിന്നെ ഉലുവ പൊടിച്ചത്, കായപ്പൊടി കേട്ടോ, കായപ്പൊടി, പിന്നെ ഉപ്പ്. നല്ലോണം അതിൻ്റെ പച്ചപ്പ് പോട്ട് ചെറിയ ഇതിലിട്ടിട്ട് വാട്ടുക കേട്ടോ. തിരി കുറച്ച് വെക്കുക, കരിയാൻ പാടില്ല. ഇതിലൊരു പച്ചക്കറി മാറിക്കിട്ടിട്ടുണ്ട്, നല്ല രീതിയിൽ ആയിട്ടുണ്ട്. ഇത് നമ്മൾ വിനാഗിരി ഒഴിക്കും. വിനാഗിരി ഒഴിച്ച് കുറച്ച് ചാറിന് വേണ്ടിയിട്ട് തിളപ്പിച്ചാക്കിയ വെള്ളമാണ് കുറച്ച് ഒഴിക്കുന്നുണ്ട്. ഒരു കാരണം വെച്ചാൽ പച്ചവെള്ളം ഒഴിക്കാൻ പാടില്ല. എല്ലാം കൂടി കുഴച്ച് ഒരു 5 മിനിറ്റ് തിരി കുറച്ച് ഒന്ന് സെറ്റാകാൻ വെക്കുക കേട്ടോ. ഇതൊന്ന് സെറ്റാവട്ടെ. 5 മിനിറ്റായ നല്ല രീതിയിൽ സെറ്റായിട്ടുണ്ട്.
കണ്ട നല്ല ഇതിനായിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിന് നമുക്ക് ഒന്ന് വറുത്തിടാം. നല്ലെണ്ണ ഒഴിച്ച് കുറച്ച് ഉലുവിടും. കുറച്ച് കടുക് ഇടുക. കറിവേപ്പില അച്ചാർ റെഡിയായി. ഇനി നിങ്ങൾക്ക് ഇഷ്ടമില്ല, ഇതിന് വറുത്തിടാൻ ഇഷ്ടമില്ലെങ്കിൽ ഇടണ്ട കേട്ടോ, അല്ലെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. പക്ഷെ എനിക്ക് വറുത്തിടുന്നതിൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, വറവ് കഴിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ വറവ് കഴിച്ചത്. പിന്നെ ഇതെല്ലാവരും ഇങ്ങനെ ചെയ്ത് നോക്കുക കേട്ടോ. എന്നോട് കുറേ ആൾ സുഹൃത്തുക്കൾ ചോദിച്ചിട്ടുണ്ട് മീനച്ചാർ എങ്ങനെ ആക്കുമെന്നത്. അതുകൊണ്ട് ഞാൻ ഒരു പ്രാവശ്യം ആക്കി നല്ല രീതിയിലാക്കി. അപ്പോൾ അത് ഭർത്താവിന് അങ്ങനെ ഭയങ്കര ഇഷ്ടമായി. അതുകൊണ്ട് ഞാൻ സുഹൃത്തുക്കളും ചോദിച്ചെങ്കിൽ മീനച്ചാറാക്കുമെന്ന് പറഞ്ഞു തന്നു. അതുകൊണ്ട് ഞാനിപ്പോൾ രണ്ടാമത് ആക്കുകയാണ്. ഇതേപോലെ ആക്കിയിട്ട് അഭിപ്രായം പറയാം കേട്ടോ. ടാറ്റാ.